അമ്മമാർക്ക് വേണ്ടിയിട്ട് റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാ കുട്ടികളും അവിടുത്തെ ചെയറിൽ അമ്മയെ ഇരുത്തിയിട്ട് അവർ നോക്കി പാടുന്ന സമയത്ത് എനിക്കങ്ങനെ പാടാൻ ആരുമില്ല. അപ്പം ഞാൻ വെറുതെ ചെയർ നോക്കിയിട്ട് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു ആ പാട്ട്. അമ്മേൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ടി വി കാണണമെന്ന്, പക്ഷേ അത് അമ്മയ്ക്ക് പറ്റിയില്ല. ദീപുവിൻ്റെ അമ്മ ആ ചെയറിലില്ലെങ്കിലും മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത്, അതായത് ദീപുവിൻ്റെ അടുത്ത്, ദീപുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. പിരിയാനായി മാത്രമെന്നോ പ്രിയമോലും സംഗമങ്ങൾ. ചിത്രാമ്മയൊന്ന് കണ്ടാൽ മതി എന്നായിരുന്നു. അത് കഴിഞ്ഞു അടുത്ത് പോയി എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ മതി എന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് മനസ്സിൽ. അതൊരു സ്വപ്നമായിരുന്നു ശരിക്കും. അമ്മ എന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നിലുള്ള അമ്മ ചിത്രാമ്മയാണ്. നമുക്ക് ഈ സ്റ്റോറി കിടുന്ന സമയത്ത് എൻ്റെ പൊന്ന് ദീപു, എൻ്റെ പൊന്ന് ദീപു, എൻ്റെ പൊന്ന് ദീപു, എൻ്റെ പൊന്ന് ദീപു ഇതെങ്ങനെ ഒപ്പിച്ചു. ചിത്രാമ്മയൊക്കെ ഇങ്ങനെ ഒന്ന് വിളിച്ച് കേൾക്കുക തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. എമ്പുരാനെ പാടുന്നു, ലാലേട്ടൻ സെൻട്രൽ സ്ക്രീൻ തുറന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ്. ആദ്യത്തെ കുറച്ച് റൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കംഫർട്ട് സോണിൽ വരുന്ന പാട്ടുകളാണ് ഞാൻ പാടിയിരുന്നത്. അത് ഞാൻ സുന്ദരിയെ ഞാൻ ഗോൾഡൻ സ്റ്റാർ എക്സ്പെക്ട് ചെയ്തൊരു സോങ്ങേ അല്ല. അങ്ങോട്ട് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളൊരു നിമിഷത്തിൽ ഒന്ന് കണ്ണ് നിറഞ്ഞു പോകുന്നു സ്റ്റേജിൽ വെച്ച്. എന്തൊക്കെയോ കാരണം എനിക്ക് അങ്ങോട്ട് ഫുള്ള് കൊടുക്കാൻ പറ്റത്തില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ദീപു സാറിനെ കണ്ടിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയ വരവേൽപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു ചെറിയ കഥയല്ല, വലിയ കഥയാണ്. പക്ഷെ അത് ഗായത്രി, ഷി വാസ് മൈ സ്റ്റുഡൻറ്റ്. പക്ഷെ പ്രണയമൊന്നുമില്ലായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അച്ഛനെ എതിർത്തിട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ വേറെ ലെവൽ മനുഷ്യനായിരുന്നുള്ളത്. അതുവരെ അമ്മ 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 എന്ന് മാത്രമേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു. എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്. കാലിങ്ങനെ ക്രോസ് ആയിട്ടാണ് അച്ഛൻ നടക്കണേ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ നമുക്കൊപ്പം ഒരു പാട്ടിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാൾ, ഇന്ന് നമുക്കെല്ലാം പരിചിതനായിരിക്കും. സ്റ്റാർ സിംഗറിൽ വളരെ മികച്ച അഭിപ്രായം നേടി ശക്തമായി മുന്നോട്ട് പോകുന്ന ദീപു. നമുക്ക് സ്വാഗതം ചെയ്യാം. ദീപു, ഞാൻ ആദ്യമായിട്ട് ദീപുവിൻ്റെ പ്രോഗ്രാമിൽ ആദ്യത്തെ പാട്ട് കേൾക്കുന്നത്, സ്റ്റാർ സിംഗറിൽ കേൾക്കുന്നത് പിരിയാനായി മാത്രമെന്നോ പ്രിയമോലും സംഗമങ്ങൾ എന്ന പാട്ടാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആദ്യത്തെ കണ്ടസ്റ്റൻ്റായി സ്റ്റാർ സിംഗറിലേക്ക് എത്തുന്നു. എങ്ങനെയായിരുന്നു ആ മൊമെൻറ്റ്? ഞാൻ ആക്ച്വലി ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് മുന്നേ. ഈ 35 പേരെയും ഇരുത്തിയതിന് ശേഷം ഞങ്ങളുടെ പ്രൊഡ്യൂസറായിട്ടുള്ള സർഗോ സാർ ചോദിച്ചു ആർക്കെങ്കിലും ആദ്യം പാടാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പേരൊക്കെ കൈ പൊക്കുമായിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ആവേശത്തിന് ഇങ്ങനെ കൈ ഉയർത്തിയതാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യനും കൈ പൊക്കിയിട്ടില്ല. അങ്ങനെ ശരിക്കും ഞാൻ ആദ്യം പാടാനായിട്ട് എന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നെ ആ സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സോങ്ങാണത്. അപ്പോൾ അതെനിക്ക് വളരെ നന്നായിട്ട് പാടാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ശരിക്കും ചിത്രാമ്മയുടെ മുന്നേ പാടുക എന്നൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് വന്നത്. അപ്പോൾ ഇത്രയും പാട്ടുകൾ പാടാൻ പറ്റി. ആ പാട്ട് എൻ്റെ വളരെ ഫേവറേറ്റുള്ള പാട്ടാണ്. അത് എവിടെ പാടിയാലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ്, അങ്ങനെ തന്നെ കോൺഫിഡൻസോടുകൂടി പാടാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. നമുക്ക് എൻ്റെ രണ്ടുപേരും ഒന്ന് കേട്ടാലോ? പനിനീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ, സെലക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു? സെലക്ട് ആവണം, ഞാൻ പറഞ്ഞല്ലോ, സെലക്ട് ആവണം എന്നൊരു ഇൻറ്റൻഷൻ അല്ല എനിക്കുള്ളത്. 6500 പരം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ഓഡിഷൻ. ഇത്രയും ഫിൽറ്ററിങ് ഏകദേശം 5 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ 35 പേര് വന്നത്. അപ്പോൾ അതിലെത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ടാസ്ക്കായിരുന്നു. ദാറ്റ് ടു ആഫ്റ്റർ 10 years. അപ്പോൾ ഞാനത് 2-3 വരി കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ കണ്ണടച്ച് തന്നെ പാടുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈയടിക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ അതായത് ചിത്രാമ്മ എലിജിബിളാക്കി. വിധിച്ചേട്ടൻ എന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലിടുന്നു. സിത്തുമണി സെലക്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. ദാറ്റ് ടു അതിന് മുന്നേ ദിവാകൃഷ്ണയുടെ ഒരു ഇമോഷണൽ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഞാനും വല്ലാത്തൊരു ഒരു സ്റ്റേജിലായിരുന്നു. എന്നിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ലോകം കീഴടക്കിയൊരു സന്തോഷമായിരുന്നു. അതെ. ദീപു പഠിച്ചത് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു സ്പിന്നിങ് മില്ലിൽ വർക്ക് ചെയ്യായിരുന്നു അല്ലേ? അവിടെ നിന്നും ദീപുവിനോട് വേണ്ട മോനെ ഇത് ശബ്ദം ചീത്തയാക്കുമെന്ന് പറഞ്ഞ് സംഗീതത്തിൻ്റെ കൈ പിടിച്ചത് അമ്മയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതായത് ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യായിരുന്നു ട്രിവാൻഡ്രം സ്പിന്നിങ് മില്ലിൽ. അപ്പോൾ അവിടുത്തെ അറിയാലോ, മൈക്രോ ഡസ്റ്റൊക്കെ എൻ്റെ ശബ്ദത്തിന് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അമ്മ തന്നെയാണ് എന്നെ മ്യൂസിക് കോളേജിലേക്ക് പോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അമ്മേൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ. അമ്മ സ്റ്റാർ സിംഗറിൻ്റെ വലിയൊരു ഫാനായിരുന്നു. അപ്പോൾ ഈ
12-ലാണ് ഞാൻ ആദ്യത്തെ റിയാലിറ്റി ഷോ കയറുന്നത്. അപ്പോൾ അതിന് മുന്നേയൊക്കെ അമ്മ ഇങ്ങനെ എന്നെ ഓരോ ഓഡീഷൻസിന് കൊണ്ടുപോകായിരുന്നു. അവസാനം സ്റ്റേജ് വരെയൊക്കെ എത്തുമായിരുന്നു. പക്ഷേ ബിക്കോസ് ഓഫ് ദി ബേസിക്സിൻ്റെ കുറച്ച് കുറവ് കാരണം എനിക്ക് പല സ്ഥലങ്ങളിലും അന്ന് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മേൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ടി വി കാണണമെന്ന്. പക്ഷേ അത് അമ്മയ്ക്ക് പറ്റിയില്ല. ഇപ്പോൾ 2010 വളരെ പെട്ടെന്നുള്ളൊരു സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൽ അമ്മ എന്നെ വിട്ടുപോയി. പക്ഷേ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു സ്റ്റാർ സിംഗർ. സോ ഇത് ശരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു ഡിസംബർ 2-നാണ് അമ്മ വിട്ടുപോകുന്നത് അല്ലേ? അപ്പോൾ ആദ്യം സ്റ്റാർ സിംഗറിലേക്ക് സെലക്ട് ആയി എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ കിട്ടുമ്പോൾ ഒന്ന് വൾണറബിളായി പോകുന്ന മൊമെൻറ്റിൽ അപ്പോഴൊക്കെ അമ്മ മാത്രമല്ല അച്ഛൻ എങ്ങനെയാണ് അവരിപ്പോൾ മിസ് ചെയ്യുന്നത്? അമ്മയും അച്ഛനും കൂടെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള എൻ്റെ ജേണി എന്ന് പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷമാണെങ്കിലും ഞാൻ 2 റിയാലിറ്റി ഷോസ് ചെയ്തു, വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അതിനുശേഷം നല്ലൊരു ലൈഫ് പാർട്ട്ണർ വന്നു, സ്കൂളിൽ എനിക്കിങ്ങനെ നല്ലൊരു സ്കൂളിൽ ജോലിയായി. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഉയർച്ചകളിലെല്ലാം ഈ അമ്മ ഒപ്പം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഷോയിൽ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാ കുട്ടികളും അവിടുത്തെ ചെയറിൽ അമ്മയെ ഇരുത്തിയിട്ട് അവർ നോക്കി പാടുന്ന സമയത്ത് എനിക്കങ്ങനെ പാടാൻ ആരുമില്ല. അപ്പം ഞാൻ വെറുതെ എംപ്റ്റി ചെയർ നോക്കിയിട്ട് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു ആ പാട്ട്. അപ്പോൾ അതിൽ കമൻസായിട്ട് ദീപക് ദേവ് സാറ് പറഞ്ഞൊരിതുണ്ട്, അതായത് ഇറ്റ്സ് എ റിയാലിറ്റി, പക്ഷേ ദീപുവിൻ്റെ അമ്മ ആ ചെയറിലില്ലെങ്കിലും മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത്, അതായത് ദീപുവിൻ്റെ അടുത്ത് ദീപുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റ്. സോ അതുപോലത്തെ ഒത്തിരി മൊമെൻറ്റ്സ് എനിക്ക് സ്റ്റാർ സിംഗറിലും കിട്ടി. ഞാൻ ഓരോ പാട്ട് പാടുന്നതിന് മുന്നേയും ഞാൻ അവിടെ ഇരുന്നിട്ട് ആദ്യം അച്ഛനും അമ്മയും ഒന്ന് ചിന്തിച്ചിട്ടാണ് പോകുന്നത്. ഗോൾഡൻ സ്റ്റാർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, വാട്ടെവർ സ്ട്രഗിൾ ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും എപ്പോഴും ഇവരെൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ദീപ സംഗീത കോളേജിലേക്ക് എത്തുന്നു. ആ സമയത്തെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ലളിതഗാനത്തിന് സമ്മാനം മേടിക്കുന്നു അല്ലേ? അങ്ങനെ പാട്ടിൻ്റെ ഒരു വഴി സ്വയം തുറന്നു വരികയായിരുന്നു. ആ കാലം എങ്ങനെയാണ്, കോളേജ് കാലം? ശരിക്കും മ്യൂസിക് കോളേജിനകത്ത് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്കിപ്പോൾ അവിടെ നിന്ന് സെലക്റ്റായി യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകുകയെന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കായിരുന്നു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ കോളേജ് ലെവലിൽ. സെക്കൻഡ് ഇയർ ആക്ച്വലി എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വെൺപകൽ സുരേന്ദ്രൻ സാറിൻ്റെ ഒരു ചാരുകേശി രാഗത്തിൽ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് ഞാൻ കോളേജിൽ പാടി, അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി. യൂണിവേഴ്സിറ്റി നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ 73 മറ്റോ ആയിരുന്നു. അത്രയ്ക്കും പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഞാൻ വൈകുന്നേരം എനിക്ക് 2:30 മണി കഴിഞ്ഞതിന് ശേഷം പാടിയത്. രാവിലെ പാടിയ സിംഗേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോകും, അമ്മാതിരി സിംഗേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ്, അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് കൈയടിക്കായിരുന്നു. വേറെ ആരും കോളേജിൽ നിന്ന് പോലും ആരുമില്ല, ആലപ്പുഴ വെച്ചിട്ടായിരുന്നു. സോ അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജി വേണുഗോപാൽ സാർ വിളിക്കുന്ന ഒരു സെഷൻ, ഒരു ഇൻ്റർവ്യൂ മനോരമേൻ്റെ. കാര്യം അതൊരു പ്രസ്റ്റീജ് ഐറ്റമായിരുന്നു ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി സൗത്ത് സോണിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് ഒത്തിരി കോമ്പറ്റീഷൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണോ പാട്ടാണ് എൻ്റെ വഴിയെന്ന് തീരുമാനിക്കുന്നതും? അല്ല, ഞാൻ കോളേജിൽ കയറുന്ന സമയത്തെ സംഗീതമാണ് എൻ്റെ വഴിയെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് മാത്സ് അതുപോലെ ബയോളജി പോലത്തെ വിഷയങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. അതായത് ട്യൂഷൻസൊക്കെ ഒത്തിരി എടുക്കുമായിരുന്നു. എന്നിരുന്നാൽ പോലും മറ്റു PSC എക്സാംസ് ഒന്നും എഴുതില്ല, മ്യൂസിക് മാത്രം. ഏതർ മ്യൂസിക് ടീച്ചർ ഓർ എൽസ് ഫുൾ ടൈം മ്യൂസീഷ്യൻ, ഇതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 10 വർഷമായിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ചെയ്യുന്നത് എനിക്ക് വലിയൊരു ജോലിയായിട്ടും തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ അവിടെ ചെയ്യുന്നത്. സോ എൻജോയിങ് ആൻഡ് ഡൂയിങ്. കോളേജ് കാലം കഴിഞ്ഞിട്ട് പാട്ടിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ വേറെ എന്തായിരുന്നു അടുത്ത ചുവടുവയ്പ് എന്തായിരുന്നു? അല്ല, ഒബ്വിയസ്ലി നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് എടുക്കുന്ന ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കയറാനാണല്ലോ. അപ്പോൾ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. PG കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് മെയിൽ അയക്കുന്ന ലോയോളയിലേക്കാണ്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, നേരെ കയറുമായിരുന്നു. ഫ്രഷറായിരുന്നു എനിക്കവിടെ ഞാൻ അപ്പോയിൻ്റ് ചെയ്യായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് അമൃത TVയിലെ റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത്? അമൃതയിൽ റിയാലിറ്റി ഷോ ചെയ്യുന്നത് 2014 അപ്പോൾ ഞാൻ അതിന് മുന്നേ 2012 ഞാൻ കൈരളി ഗന്ധർവ സംഗീതം ചെയ്തിട്ടുണ്ട്, അതിൽ ഫൈനലിസ്റ്റ്. അത് കഴിഞ്ഞ് ഞാനൊരു വർഷം പിന്നെ ഫൈനൽ ഇയർ ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. 14 അഗെയിൻ PG ഫസ്റ്റ് ഇയർ ആയപ്പോൾ ആക്ച്വലി അതും ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അമൃത TVൻ്റെ സ്റ്റുഡിയോ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു ആൾക്കൂട്ടം കണ്ടതിന് ശേഷം അങ്ങോട്ട് വെറുതെ കയറിയതാണ്. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും ആ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു, അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പോയത്. പക്ഷേ അവിടെ അവർക്കാർക്കും കിട്ടിയില്ല, എനിക്ക് കിട്ടി. അവിടെയും ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു അസറ്റാണ് നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റാർ സിംഗറിലുള്ള ദിൽരാജ്. ഞങ്ങളവിടെ ഒരുമിച്ചായിരുന്നു സൂപ്പർ സ്റ്റാറിൽ. അന്ന് ഞാൻ ഷോവിൻ്റെ റണ്ണറപ്പും ദിൽരാജ് തേർഡുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലെജൻസ് ആയിരുന്നു അവിടുത്തെ ജഡ്ജസ്. ഔസേപ്പച്ചൻ സാർ,
അതുപോലെ ശരത് സാർ, അൽഫോൺ സാർ, മഹദി മാഡം, ഇങ്ങനെ ഒത്തിരി ജഡ്ജസിൻ്റെ മുന്നേ ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി. അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ദീപുവിലെ ഗായകനെ മോൾഡ് ചെയ്തതെന്നാണ് തോന്നിയിട്ടുള്ളത്? അല്ല, ഞാൻ മുന്നേ മുതൽ എനിക്ക് ഇംപ്രവൈസേഷൻസ് ചെയ്യുന്നതിനോട് അത്ര താല്പര്യമുള്ളൊരു പാട്ടുകാരനല്ല. അതായത് മ്യൂസീഷ്യൻസ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണോ, അത് പഠിച്ച് പാടുന്നതാണ് ശരിക്കും ടാസ്ക് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതിപ്പോഴും അതെ. നമുക്കിഷ്ടമുള്ളത് പാടുന്നത് ഓക്കെ ആണല്ലോ. ഞാൻ ചെയ്യുന്നതിനെതിരല്ല, എന്നാലും പറയുകയാണ്. അപ്പോൾ ശരത് സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു കാര്യത്തിൽ. കാര്യം ഞാൻ കൃത്യമായിട്ട് ഈവൻ സ്റ്റേജിൽ പാടുന്ന സമയത്ത് തെറ്റിപ്പോയിരുന്നാലും കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ളൊരു കുട്ടിയാണെന്നുള്ളൊരു ഇത് എപ്പോഴും സാർ എനിക്ക് തന്നിട്ടുണ്ട്. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. ഒത്തിരി നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അവിടെ റണ്ണറപ്പ് ആയ ശേഷം സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക അടുത്ത റിയാലിറ്റി ഷോയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പ്ലേ ബാക്കിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഒരു 10 വർഷത്തെ ഇടവേള അതെങ്ങനെയാണ് വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത PGൻ്റെ ഫൈനൽ ഇയറായി. സോ എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ലൈഫൊന്ന് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നല്ലോ. ഞാൻ കുറച്ച് നാളായിട്ട് അതിൽ നിന്ന് ബ്രേക്കായിരുന്നു. ഇനിയൊന്ന് കുറച്ച് നാൾ ടീച്ചിങ്ങിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്കൂളിലേക്ക് കയറുന്നത്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹോം എന്നല്ല, ലോയോള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴെനിക്ക് അവിടെ നിന്നിട്ട് മാറി നിന്നിട്ടൊരു ഷോ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല, എൻ്റെ വീട് പോലെ. അപ്പോൾ 10 വർഷം ശരിക്കും കടന്നു പോയത് 10 വർഷം എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ അറിയുന്നത്. അല്ലാതെ ഞാനിങ്ങനെ 10 വർഷം എണ്ണിട്ടിരിക്കുകയല്ല, അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോവായിരുന്നു. സോ ഐ എൻജോയ് ടീച്ചിങ്. അപ്പോൾ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ പെർഫോമൻസിൽ മാത്രം നിൽക്കാതെ ടീച്ചർ കം പെർഫോമർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സമയത്തൊക്കെയും ക്ലാസിക്കൽ ഡാൻസിന് അക്കമ്പനിയിങ് ആർട്ടിസ്റ്റായിട്ട് പാടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ. സ്കൂളിലെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലെ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ പ്രിലിംസ് ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞു. സെക്കൻഡ് ഓഡിഷൻ എറണാകുളത്ത് അനൗൺസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അന്ന് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ, മ്യൂസിക് ഡേ കോമ്പറ്റീഷൻ. നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഇവൻ്റാണ്. ഞാനാണ് അത് മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാദർ വളരെ താല്പര്യത്തോടു കൂടി ചെയ്തിരുന്ന, അതായത് ഫാദർ സാൽവിൻ അഗസ്റ്റിനസ് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്. അപ്പോൾ അദ്ദേഹം വളരെ താല്പര്യത്തോടെ ചെയ്തൊരു ഇവൻ്റായിരുന്നു. അപ്പോൾ അത് ആ ദിവസമാണ് എൻ്റെ സെക്കൻഡ് ഓഡിഷൻ നടക്കേണ്ട ദിവസം. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. പോണ്ട, സ്റ്റാർ സിംഗറിന് പോകണ്ട, കാര്യം എനിക്ക് ഇത് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിരുന്നേ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്കൂളിൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റാഫ് സെക്രട്ടറിയും കൂടെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നൊരു മിസ് കീർത്തി VS. കീർത്തി മാഡം പോയിട്ട് അച്ഛനോട് ഇങ്ങനെ പറയുമായിരുന്നു, അതായത് ഫാദർ ഇങ്ങനെ ഇത്രയും കുട്ടികൾ പാടിയപ്പോൾ അതിനകത്തു നിന്നല്ലേ വന്നിട്ടുള്ളത്, അപ്പോൾ ദീപനൊരു ചാൻസ് നമുക്ക് കൊടുത്തുകൂടെ എന്ന് ഫാദറിനോട് പറഞ്ഞപ്പോൾ ഫാദർ വളരെ സാധാരണ അങ്ങനെ ഒരു പ്രോഗ്രാം മാറ്റി വയ്ക്കുന്ന ആളല്ല. ഈവൻ ഒരു ഡയറിയിലുള്ളൊരു ഡേറ്റിൽ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അച്ഛൻ. പക്ഷേ ഇത് കേട്ടപ്പോൾ ഫാദർ ആ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് എൻ്റെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ വരാനായിട്ട് തന്നെ അച്ഛൻ ഹെൽപ്പ് ചെയ്തു. ആ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. അത് ഇത്രയും ദിവസങ്ങൾ ലീവ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അത് ഫാദർ സാൽവിൻ അഗസ്റ്റിനസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഫാദർ റംലത്ത് തോമസ് നമ്മുടെ CBSEൻ്റെ പ്രിൻസിപ്പൽ, രണ്ടുപേരും വളരെ സപ്പോർട്ടാണ്. കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞു? കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അധ്യാപകനാണ്. അതായത് ഞാനിങ്ങനെ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഇങ്ങനെ സൈലൻ്റ് ആവും, അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ അവർ സ്റ്റാർ സിംഗറിൽ കണ്ട എൻ്റെ വേറൊരു മുഖമാണ്. ഞാൻ അവിടെ ഇപ്പം ഫുള്ളൊരു കുട്ടിത്തം നിറഞ്ഞ എൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പുറത്തു വന്നു. അവിടെ എല്ലാം കുട്ടികളായിരുന്നു. എൻ്റെ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന അങ്ങനെ ആരുമില്ല. സെക്കൻഡൊക്കെ വരുന്ന ദിൽരാജ്, അവൻ തന്നെ ഒരു 4-5 വയസ്സിന് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാം കുട്ടികളാണ്. അപ്പോൾ അവരോട് കുട്ടിക്കളിയൊക്കെ കളിച്ച് അവിടെ കമൻസൊക്കെ അടിച്ച് തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞ് ഇങ്ങനൊരു ദീപു സാറിനെ കണ്ടിട്ടില്ല. തിരിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ വരവേൽപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയണ്ട, മറ്റുള്ളവരെക്കാളും എൻ്റെ കുഞ്ഞുങ്ങൾക്കായിരുന്നു ഭയങ്കര സന്തോഷം. ദേ ആർ വെരി ഹാപ്പി. ആ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കുമോ ചിലപ്പോൾ ഒരു സമയത്ത് അവസാനം എത്തുമ്പോൾ എനിക്ക് അങ്ങോട്ട് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, നമ്മളൊരു നിമിഷത്തിൽ ഒന്ന് കണ്ണ് നിറഞ്ഞു പോകുന്നു സ്റ്റേജിൽ വെച്ചിട്ട്, അതെന്തായിരുന്നു? അത് റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡുകളിൽ ആദ്യത്തെ കുറച്ച് റൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കംഫർട്ട് സോണിൽ വരുന്ന പാട്ടുകളാണ് ഞാൻ പാടിയിരുന്നത്. അതായത് ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡാണ്. അപ്പോൾ സെമി ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രോങ് ജോണറാണ്. അതിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പയറ്റി അങ്ങ് നിൽക്കും, അത് പ്രശ്നമില്ല. ഫാസ്റ്റ് നമ്പേഴ്സ് ഞാൻ പാടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ 10 വർഷത്തെ ഈ ടീച്ചിങ് ലൈഫ്, അതുപോലെ തന്നെ ഈ ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് പാടിയിട്ടുള്ളൊരു അത് കാരണം എൻ്റെ മെലഡി കുറച്ച് വീക്കായി. എനിക്ക് കുറച്ച് സ്റ്റേബിളായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റാതെ കുറച്ച് പിച്ചിങ് ഇഷ്യൂസൊക്കെ വന്നു. മാത്രമല്ല എൻ്റെ ഇയറിനും ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ റൈറ്റ് കുറച്ച് കേൾവി കുറവുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഇന്നിയേഴ്സൊക്കെ വെക്കുന്നതിനും വെച്ച് ആ ലെവൽസ് ബാലൻസ് ചെയ്യുന്നതിനും കുറച്ച് എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ കുറച്ച് റൗണ്ട്സ് ഓക്കെ ആയിരുന്നു, എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ റൈറ്റ്സ് നോക്കി പാടിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ റിയൽ ടാസ്ക് വന്നു തുടങ്ങി, അതായത് മെൻറ്റേഴ്സ് നമുക്ക് നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നു എന്നുള്ള ടാസ്ക് വന്നപ്പോൾ അവിടെ ഈ മെലഡീസ് വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എൻ്റെ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഓരോ പാട്ട് കഴിയുമ്പോഴും അതിൽ മിഥുൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബാർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് താഴേക്ക് പോകുന്നത് അത് തന്നെയായിരുന്നു എൻ്റെ ശരിക്കും പ്രശ്നം. അതായത് ഒത്തിരി പേര് ഒത്തിരി പ്രതീക്ഷയോടുകൂടി നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെ നോക്കിയിട്ട്, അതായത് മുന്നേ ഇട്ട റീൽസൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് റീച്ച് ആവണു. നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ തന്നെ ഒത്തിരി കമൻസും മെസ്സേജസും അയക്കുന്നു. അവർ തന്നെ ഇതേപോലെ പറയുകയും ചെയ്യുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇൻസ്റ്റയിൽ വന്നൊരു മെസ്സേജ്, വി ഫാൻസ് ആർ ഫ്രസ്ട്രേറ്റഡ്, അതായത് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ബോട്ടം നിൽക്കുകയാണ്, എലിമിനേറ്റ് ആവും, ഞങ്ങൾ ഭയങ്കര വറീഡാണ് എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. സോ അറ്റ് എ പോയിന്റ് ഞാൻ അങ്ങനെ ആ ഒരു വിഷമത്തിലായിരുന്നു. അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി തന്നെ ചോദിക്കട്ടെ ദീപു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദീപുവിൻ്റെ ഒരു പൊതു സുഹൃത്തായിട്ടുള്ള. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഇനി ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ, അതായിരിക്കും, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലി വളരെ ചെറിയൊരു കുടുംബമാണ്. വൈഫ്, എനിക്ക് മകനുണ്ട്, സിസ്റ്ററിൻലോ മദറിൻലോ, ഇവരാണ് എൻ്റെ കൂടെ ഉള്ളത്. വൈഫിന് അച്ഛനില്ല, എനിക്ക് അച്ഛനും അമ്മയില്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ കുടുംബം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഉള്ള കാര്യമാണ് ഞാൻ ശരിക്കും അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ പോയി. ഇപ്പോൾ അവർക്കും ഒത്തിരി മെസ്സേജസ് വന്നു. ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് അവിടെയും അവരുടെയും കുറേ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുണ്ട്. അത് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ ശരിക്കും അവിടെ എനിക്ക് സ്വർഗ്ഗമാണ്. ഭയങ്കര സ്നേഹവും സമാധാനവും കൃത്യമായിട്ടുള്ള സ്പേസും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് ഞങ്ങളുടേത്. അവിടെ യാതൊരു പ്രശ്നവുമില്ല, ഭയങ്കര സുഖമാണ്. പക്ഷേ ഞാൻ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മീറ്റ് ചെയ്യണം. കാര്യം എനിക്ക് അങ്ങനെ സപ്പോർട്ടുണ്ട്, എന്നിരുന്നാലും കുറച്ച് ഈഗോ ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ആരോടും പോയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള കുട്ടികളെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇതർ പാരൻസ് ഉണ്ടാവും, എല്ലാവരുടെയും ആരെങ്കിലും അച്ഛനോ അമ്മയോ എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ ഫുൾ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഡ്യൂട്ടീസ് ഈക്വൽ എനിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ അധികം ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലാതെ ഫാമിലി ലൈഫ് ഇസ് ഫാൻറ്റാസ്റ്റിക്. എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന ഇടത്ത് എത്തുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ അതെങ്ങനെ സോൾട്ട് ചെയ്തു? അല്ല, അത് ടെക്നിക്കലി ഉള്ള പ്രശ്നമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, IM അല്ലെങ്കിൽ ഇനിയം മോണിറ്റേഴ്സ് ഒത്തിരി യൂസ് ചെയ്തിരുന്ന ആളുകളല്ല. ഞങ്ങൾ മുമ്പ് ചെയ്ത ഷോയ്ക്ക് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് മോണിറ്റർ എന്നാണ് നിങ്ങൾ കേട്ട് പാടിക്കൊണ്ടിരുന്നത്. ഷോസിന് പോകുമ്പോഴും നമ്മൾ ഫ്രണ്ടിലെ ഫീഡ്ബാക്ക് മോണിറ്റർ കേട്ടിട്ടാണ് പാടുന്നത്. അപ്പോൾ IMൻ്റെ ലെവൽ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മെയിൻ സൗണ്ട് എഞ്ചിനീയറിനോട് കൺവേ ചെയ്യുന്നതിൽ പറ്റിയ പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ ലാസ്റ്റ് 2 പെർഫോമൻസസായിട്ട് ഞാനത് ശരിയാക്കി. എൻ്റെ 1-on-1 ഡുവറ്റ് വിത്ത് വൈശാഖൻ, ആ റൗണ്ടിൽ എനിക്ക് പിച്ചിങ് ഇഷ്യൂസ് വളരെ കുറവായിരുന്നു. ഞാൻ ലെവൽസൊക്കെ കുറച്ച് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അതായത് മുമ്പ് ഷോസ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ മൂക്ക് ഇങ്ങനെ അടച്ച് പിടിച്ച് കുറച്ച് ശബ്ദം കുറയ്ക്കും. അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് തുറക്കും. വീണ്ടും ഞാനിങ്ങനെ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷേ ഷോയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുമൊക്കെയും എൻ്റെ ഈ കേൾവിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 2 പെർഫോമൻസസ് വളരെ നീറ്റായിരുന്നു. ഈവൻ ഞാൻ ആ സങ്കടപ്പെട്ട് പറയുന്ന എപ്പിസോഡിലും എൻ്റെ സോങ് വാസ് ഗുഡ്, വെരി ഗുഡ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന എപ്പിസോഡ്സും ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ ആണെങ്കിലും അതിനകത്തൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. സോ ഐ എം ബാക്ക്. ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്, കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ അറിയാം, പറ്റും, ചേട്ടന് പറ്റും എന്നുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റിയല്ലോ അല്ലേ? ഇനി ഒരു മൊമെൻറ്റ് ഞാൻ പറയാം. സുന്ദരിയെ സുന്ദരിയെ എന്നുള്ള പാട്ട് പാടുന്നു, ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ മൊമെൻറ്റ്. അതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? ഉള്ളിൽ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളൊരു വികാരം? അത് ഞാൻ സുന്ദരിയെ ആക്ച്വലി ഞാൻ ഗോൾഡൻ സ്റ്റാർ എക്സ്പെക്ട് ചെയ്തൊരു സോങ്ങേ അല്ല. ആ ഷെഡ്യൂൾ 2 സോങ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഹൃദയ സരസിലെ, മറ്റൊന്ന് സുന്ദരിയെ. ഇപ്പം ഞാൻ മെൻറ്റേഴ്സിൻ്റെ മുന്നിൽ അത് പാടുന്ന സമയത്താണെങ്കിലും ഹൃദയ സരസിലെ പാടുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞു, ഇത് നമുക്ക് എന്തായാലും ഗോൾഡൻ സ്റ്റാർ അടിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് ചീറ്റിപ്പോയി. ഞാനവിടെ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് എന്തൊക്കെയോ മെലഡിയാണ് അഗെയിൻ ഇട്ടേഴ്സ്. മെലഡി പാടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു, കുറച്ച് പിച്ചിങ് ഇഷ്യൂസൊക്കെ വന്നിരുന്നു. സുന്ദരി അവരും അങ്ങനെ അത്ര പ്രതീക്ഷിച്ചില്ല. സ്റ്റേജിൽ നിന്ന് ഞാൻ അങ്ങ് പാടി, അത്രേ ഉള്ളൂ. അത് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു, 3 പേര് പാടിയ പാട്ടാണ്. കഴിഞ്ഞ സീസണിൽ അരവിന്ദ് പാടി വളരെ ഇങ്ങനെ വച്ചിരിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, നമുക്കൊരു കമ്പാരിസൺ ഉണ്ടാവും.
പക്ഷേ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റി. ലോ ഏരിയാസ് മാത്രം കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, പക്ഷേ ബാക്കി അതിൻ്റെ മെയിൻ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നു. ഇതെൻ്റെ ഗോൾഡൻ സ്റ്റാർ മൊമെൻ്റ് ആണെന്ന് അറിയുന്ന ആ സമയം എന്തായിരുന്നു? സന്തോഷമാണോ? ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നൊരു അങ്ങനെ നിൽക്കായിരുന്നു. കാര്യം ലാസ്റ്റ് പല്ലവി പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവരിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നു. സാധാരണ അങ്ങനെ ചെയ്യില്ല, അവിടെ നിന്നിട്ട് തന്നെ ആയിരിക്കും അവർ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് പല്ലവി ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോഴേ അവരിങ്ങനെ വന്നപ്പോഴേ എനിക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ പോലെ എന്തോ ഇതുണ്ടല്ലോ എന്ന്. ഞാൻ ചിത്രാമ്മയെ നോക്കിയപ്പോൾ ചിത്രം ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ വേണം, അങ്ങനെ അടിച്ചതാണ് ഗോൾഡൻ സ്റ്റാർ. അത് കഴിഞ്ഞിട്ട് ആരോടാ? ഫാമിലിയോടാണോ വിളിച്ച് പറഞ്ഞത് ആദ്യം? ശരിക്കും ഞങ്ങളുടെ മൊബൈലൊക്കെ ആ സമയത്ത് ഞാൻ വിളിച്ച് പറയാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ലഞ്ച് ബ്രേക്കോ ഏതോ ഒരു ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് കിട്ടി എന്ന് അടിച്ചപ്പോഴത്തേക്കും ഫോണും വാങ്ങി. പിന്നെ കിട്ടി മാത്രമേ പോയുള്ളൂ. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ കിട്ടിയത്, എങ്ങനെ പാടിയെന്നൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ദീപ് പാടുമ്പോൾ ഇനി ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ദീപ് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുഖത്തറിയാം, കുറച്ച് ഡള്ളാണെങ്കിലും ഈ എക്സ്പ്രസീവായ ഫേസ് ആണെന്ന് തോന്നുന്നു, നമുക്ക് അറിയാൻ പറ്റുന്ന പോലെ തോന്നും. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ചിത്രാമ്മ പറയുന്നുണ്ട്, ഒരല്പം മാർക്ക് കുറഞ്ഞാലും ഈ ഗ്രാഫ് ഒന്ന് താഴാതെ നോക്കണമെന്ന് ദീപുവിനോട് പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ മാർക്ക് കുറയുന്നു, മാർക്ക് കൂടുന്നു, ഗോൾഡൻ സ്റ്റാർ കിട്ടുന്നു, ഈ ഒരു പ്രഷർ ബാലൻസിങ് എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? പ്രഷർ ബാലൻസിങ് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യത്തെ കുറച്ച് പെർഫോമൻസസ് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു മാർക്കൊക്കെ വാങ്ങിച്ചിരിക്കുമ്പോൾ അതിൽ താഴേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രഷറിലാണ് ശരിക്കും. പക്ഷേ ഞാൻ പറയാമല്ലോ, ആ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന പ്രഷറേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം നമ്മളവിടെ കൂളാണ്. മെൻറ്റേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ സർഗോ സാറാണെങ്കിലും ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരുക്കി തരുന്ന അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഒരു തെറ്റും വരാതെ പാടേണ്ടതാണ്. കാര്യം ചിത്രാമ്മയാണെങ്കിലും സിത്തുമണിയാണെങ്കിലും വിധുചേട്ടനാണെങ്കിലും നേരത്തെയൊക്കെ നമുക്ക് അത്രയും അവരുടെ മുന്നിൽ ഒരു പ്രാവശ്യം പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ നേരത്തെ പരിചയമുള്ളതായി ഇവരുടെ മുന്നിലെല്ലാം ഒത്തിരി തവണ പാടുന്നുണ്ട് ഗ്രൂമേഴ്സിനെ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ട്രെയിനിങ് അവിടെ കിട്ടുന്നുണ്ട്. സോ പ്രഷർ ഹാൻഡ്ലിങ് അത് ഇൻഡിവിജ്വലി എനിക്ക് തോന്നുന്നു ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു ടീച്ചറല്ലേ, അവൻ ഇത്രയും മോശമായിട്ട് പാടിയാലോ എന്നൊക്കെയുള്ളൊരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ സംഭവം അതൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു സംശയം തോന്നുന്നത്, ഈ പാട്ടുകൾ ആരാണ് സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ദീപുവിൻ്റെ പാട്ട് ദീപു തന്നെയാണോ സെലക്ട് ചെയ്യുന്നത് ചോദിക്കാൻ കാരണം, അവസാനത്തെ ഒരു റൗണ്ടിൽ ഞങ്ങൾ കണ്ട അവസാനത്തെ റൗണ്ടിൽ എല്ലാവരും പറഞ്ഞു ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇറ്റ്സ് വാസ് ഗുഡ് എന്നുള്ളൊരു സംഗതിയായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് അവിടെ? പാട്ടിൻ്റെ സെലക്ഷൻ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കുറച്ച് റൗണ്ട്സ് നമുക്ക് കുറച്ച് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റൗണ്ടിന് പറ്റുന്ന പാട്ടുകൾ മെൻറ്റേഴ്സും അതുപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 1-2 പാട്ടുകൾ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റണം. കാര്യം അതിന് മുന്നേയുള്ള റൗണ്ട്സിൽ ഞാൻ കുറച്ചൊന്ന് ഡള്ളായിപ്പോൾ, ഒന്ന് വീക്കായപ്പോൾ ഇനി അവനൊരു ടെൻഷൻ, ഒരു പ്രഷർ കൊടുക്കണ്ട എന്നുള്ള കൺസെപ്റ്റൊക്കെ ഉണ്ടാവും അവരുടെ ഉള്ളിൽ. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നുണ്ട്, മോനെ ദീപു ഈ പാട്ടൊക്കെ ആണോ, ഈ പാട്ട് ചെയ്യാമോ? അങ്ങനെ ഒത്തിരി ഞാനുമായിട്ടും ഇങ്ങനെ കൺസൾട്ട് ചെയ്ത ശേഷമാണ് ആ പാട്ട് ഫിക്സ് ചെയ്തത്. എന്നോടിത് വേറെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്താ അത്രയും ഈസി ആയിട്ടുള്ളൊരു പാട്ടെടുത്തത്. പക്ഷേ ആ റൗണ്ടിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പാട്ടുകളിൽ ഒന്നായിരുന്നു അത്, ഗ്രാൻഡ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ആ റൗണ്ടിന്. സോ ഞാൻ നന്നായിട്ട് ചെയ്യണം, ഞാൻ നല്ല മിടുക്കനായിട്ട് നിന്ന് പാടണം എന്ന ഇൻറ്റൻഷനോട് കൂടി മാത്രം ഒന്നൊരു പാട്ടാണ്, അല്ലാതെ അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത്. അത് പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഭംഗിയായി തന്നെ പാടി, പക്ഷെ അതിൽ ചലഞ്ചിങ് ആയി ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ കമൻറ്റ് കിട്ടുക അല്ലേ? മാത്രമല്ല എന്നോടിങ്ങനെ പിന്നെ ഷെരീഫിക്കൊക്കെ പറഞ്ഞായിരുന്നു, കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ ഓൾറെഡി പാടി. ഇപ്പോൾ സെമി ക്ലാസിക്കൽ എന്തെങ്കിലും ചലഞ്ചിങ്, ഇനിയിപ്പോൾ സെമി ക്ലാസിക്കലോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പാടി. ഇനിയും കുറച്ച് മെലഡീസൊക്കെ പാടിയാൽ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ എത്താം എന്നുള്ളൊരു കൺസെപ്റ്റിലും കൂടിയാണ് ഇങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു ഇതുമില്ല. പാട്ട് പാടുന്നവർക്കല്ലാത്തവർക്കൊക്കെ മനസ്സിൽ ആരാധനയുള്ളതാണ് KS ചിത്ര. ചിത്രാമ്മയുടെ മുന്നിൽ ആദ്യമായി പാടാൻ പോവുകയാണ് ഞാൻ, അല്ലെങ്കിൽ ആ പാടിക്കഴിഞ്ഞപ്പോൾ ആ മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ചിത്രാമ്മയൊന്ന് കണ്ടാൽ മതി എന്നായിരുന്നു. അത് കഴിഞ്ഞു അടുത്ത് പോയി എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്താൽ മതി എന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് മനസ്സിൽ. അതൊരു സ്വപ്നമായിരുന്നു ശരിക്കും. അമ്മ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നിലുള്ള അമ്മ ചിത്രാമ്മയാണ്. ഓരോ പാട്ട് പാടുമ്പോഴും ചിത്രാമ്മയ്ക്ക് ഇഷ്ടപ്പെടണേ എന്നുള്ള രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. ശരിക്കും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി, അതായത് നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ച ആൾ
ദീപു 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 എന്ന് എത്ര പ്രാവശ്യം വിളിച്ചു. അതുകൊണ്ട് തന്നെ ഞാനൊരു റീൽ ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് ഞാൻ എൻ്റെ പൊന്ന് ദീപു അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അത് വേറൊന്നുമല്ല, നമുക്ക് ഈ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് എൻ്റെ പൊന്ന് ദീപു, എൻ്റെ പൊന്ന് ദീപു, എൻ്റെ പൊന്ന് ദീപു. ചിത്രാമ്മയൊക്കെ ഇങ്ങനെ ഒന്ന് വിളിച്ച് കേൾക്കുക തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പലരും എന്നോട് അസൂയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് കേൾക്കുമ്പോൾ. ആകാശത്താമര പാടിയ സമയത്താണ് എൻ്റെ പൊന്നെ ആകാശത്താമരയ്ക്ക് ധൈര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭയങ്കര ധൈര്യശാലിയാണെന്ന്. ചന്തം കാളിന്തിനാഥം എന്ന അത് പാടിയ സമയത്താണ് ചിത്രാമ്മ പറഞ്ഞത് എങ്ങനെ ഇത് പാടി ഒപ്പിച്ചു എന്നുള്ള ചോദിച്ചത്. ഒരു ഭയങ്കര കമൻറ്റ് കേട്ടോ, മധു ആണ് ഇത്രയും ശ്വാസം പിടിച്ച് പാടി മുന്നേ ഞാൻ കേട്ടിട്ടുള്ളത്, അത് കഴിഞ്ഞാൽ ദീപുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ്? അന്ന് ശരിക്കും ഗൂസ് ബംസ് ആയിരുന്നു. ഞാൻ അത് പ്ലാൻഡ് ആയിരുന്നു, എനിക്ക് അങ്ങനെ പാടണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാടാൻ പറ്റില്ല. ആ ഫ്രേസ് അത്രയും വലിയൊരു ലോങ് ഫ്രേസ് ഒറ്റ പ്രതി പാടില്ല എന്നുണ്ടെങ്കിൽ പോയി. കാര്യം അതിനിടയിൽ ബ്രേക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്പം ഒന്ന് ബോഡി കൊടുത്താലും നമുക്ക് കൂടുതൽ ബ്രീത്ത് പോകുന്നൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ആ ജതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രേസ് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ അനങ്ങാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിങ്ങനെ അനങ്ങാതെ നിന്ന് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ബ്രീത്ത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വരം കഴിഞ്ഞിങ്ങനെ എത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. ആ ഒരു ഫ്രേസ് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒറ്റ ഇതിൽ പാടാൻ. അതുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങനെ കമൻറ്റ് ചെയ്തത്. അത് മധുചേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നതിനല്ല, അതൊന്ന് വീണല്ലോ എന്നൊരു സന്തോഷം എപ്പോഴും ഉണ്ട്. ആ പാട്ട് ഞാൻ ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേരും എന്ന് വെച്ചാൽ പല്ലവിയൊക്കെ വേണമെങ്കിൽ പാടാം, പക്ഷേ അത് ഓക്കെ. ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമത്താലം നിലാവിൻ്റെ ശീതളമായ പുളിനം തുളുമ്പി ഞരമ്പിൽ സോമലതിക പിഴിഞ്ഞലകരിയിൽ ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം. ഈ പാട്ടിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ രാഗം ചിത്രം പറഞ്ഞിട്ടുണ്ട്, ബഹുമാരിണി എന്ന് പറഞ്ഞ രാഗം ഒരു വളരെ റെയറായിട്ടുള്ള രാഗമാണ്. നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന സ്വരസ്ഥാനങ്ങളും അല്ല. അപ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും പോകും. അത് വിധിച്ചോണ്ട് ഇങ്ങനെ നമുക്കൊരു സംശയത്തോടു കൂടി നോക്കിയിരിക്കാനേ പറ്റുള്ളൂ ഈ പാട്ടൊന്ന്. എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അടുത്ത സാധനങ്ങൾ വരും. അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. ഈവൻ കോറസിന് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ തീർത്ത ഗായത്രി അവരൊക്കെ ഈ പഠിക്കുന്ന സമയത്തും ചെറുതായിട്ടിങ്ങനെ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരുന്നു. അത് ഈ രാഗത്തിൻ്റെ ഇതാണ്. കോമ്പോസിഷൻ ബേണി ഇഗ്നീഷ്യസ് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ. അതുപോലെ ഈ സമയമിതപൂർവ്വ സായാഹ്നം, തെറ്റിക്കോട്ടെ എനിക്കും സമയമിതപൂർവ്വ സായാഹ്നം ആ പാട്ട് കഴിഞ്ഞപ്പോൾ ചിത്രാമ്മ പറയുന്നുണ്ട്, ദീപു ഓഡിഷന് ഞാൻ കേട്ട ദീപവും ഇപ്പോൾ ഉള്ള ദീപവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം വെറുതെ വന്നതല്ല, നമ്മുടെ ഒരു കഠിനാധ്വാനം ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ? അത് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള ഒരു യാത്രയിൽ ദീപുവിൻ്റെ ഒരു എഫേർട്ട് അതെന്താണ്? ഗ്രൂമേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പാട്ട് കേൾക്കും, ഓരോ വരി വെച്ചിട്ടിങ്ങനെ കേട്ട് അതിനകത്തുള്ള കറക്ഷൻസ് പറഞ്ഞു തരും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ പാടുന്നത് ശരിയാണെന്ന് അല്ല, പക്ഷേ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഈ കേട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ ഈ ഗ്രൂമേഴ്സിന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ചെറിയ കറക്ഷൻസ് പറയുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചേട്ടാ ഒരു ടീച്ചറായിരുന്നിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഇവർ പലരും പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതൊത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് കുറേ നമുക്ക് പ്രാക്ടീസ് എന്തൊക്കെയാണ് വരിശ്വാസം പ്രാക്ടീസ് ചെയ്യേണ്ടത്, അങ്ങനെ ഡോക്ടർ ശ്യാമള മേഡത്തിൻ്റെ സെഷൻസൊക്കെ സാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു സ്റ്റഡിനെസ് പിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വഴിയിൽ മൊത്തം ഈ ഇത്രയും ഒരു യാത്രയിൽ ഈ പ്രാക്ടീസസ് തന്നെയാണ് എന്നെ കുറച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഗ്രൂമേഴ്സ് ഉണ്ട്, ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ ദീപുവിൻ്റെ ഒരു നമ്മുടേതായിട്ടുള്ളൊരു പ്രാക്ടീസ്, നമ്മുടേതായിട്ടുള്ളൊരു നമുക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? ആ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്വയം ധൈര്യം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ടു ബി ഫ്രാങ്ക്, അമ്മയുടെ മരണശേഷം നിരീശ്വരവാദി എന്ന് പറയാൻ പറ്റില്ല, ഈശ്വരനിൽ തീരെ വിശ്വാസമില്ലാത്ത ഒരാളായി മാറി ഞാൻ. കാര്യം അങ്ങനെ ഒരു സംഭവം എൻ്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യം ആക്ച്വലി എൻ്റെ സംഗീതത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് വിശ്വാസം നമുക്ക് വേണം എന്നുള്ളൊരു സംഭവം എൻ്റെ ഈ കല്യാണത്തിന് ശേഷമാണ്. അവരാണ് ശരിക്കും എന്നെ കുറച്ചുകൂടെ പിന്നെ ഈ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. ഞാൻ മെഡിറ്റേഷൻ
ചെയ്യാറുണ്ട്. അത് നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനും നമ്മുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇതാക്കാൻ. അതുപോലെ ഞാൻ വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലും ഞാനൊന്നും അങ്ങനത്തെ ഒരാൾ. സ്കൂളിൽ ഇത്തിരി ടെററൊക്കെ ആണെങ്കിലും പൊതുവെ ശാന്തനായിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈറ്റ്സ്, അങ്ങനത്തെ ശത്രുക്കൾ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. സമാധാനമായിട്ടിരിക്കുക, കൂടുതലും കേൾവി, പാട്ട് കേൾക്കും, അതുതന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ചിന്മയി മാം, നമുക്കെല്ലാം വളരെ ആരാധനയുള്ള സ്ത്രീ എന്ന നിലയിലായാലും പാട്ടുകാരി എന്ന നിലയിലായാലും എനിക്ക് ഭയങ്കര ആരാധനയുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവരെ ആദ്യമായി കാണുന്നു, അവരുടെ മുന്നിൽ അവർക്ക് അവാർഡ് കിട്ടിയ പാട്ട് പാടുന്നു. ആ നിമിഷവും ആ മൊമെൻറ്റ്സും ഒക്കെ എങ്ങനെയായിരുന്നു? ഒത്തിരി എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് എനിക്ക് ആ പാട്ട് തന്നത്. എനിക്കത് പക്ഷേ 100% കൊടുക്കാൻ പറ്റില്ല. അത്രയും ടെൻസ്ഡായിരുന്നു ഞാൻ. ഗ്രൂമിങ് ടൈമിലൊക്കെ ഞാൻ പക്ഷേ അസാധ്യമായിട്ട് പാടി. എനിക്ക് അവിടെ പോയപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നു. ഗ്രൂമിങ് ടൈമിൽ നമ്മൾ ആക്ച്വലി ഒരു റൂമിൽ നമ്മൾ കംഫർട്ടബിൾ ആണല്ലോ. നമ്മുടെ ഇവരെല്ലാം കണ്ടിട്ട് ആ ഒരു എന്താ പറയുക, ഫീഡ്ബാക്ക് ഇസ് ഫൈൻ ഫോർ അസ്. പക്ഷേ സ്റ്റേജിൽ പോകുമ്പോൾ നമ്മൾ ആ ഇനിയേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ കൺട്രോൾ കിട്ടുന്നില്ല. പക്ഷേ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 3 പേര് മറ്റോ പാടിയിട്ടുള്ളൂ ചിന്മയി മാഡത്തിൻ്റെ പാട്ട്. പക്ഷേ ഈ മാഡത്തിന് ഒത്തിരി ഇഷ്ടമായി. ദർ ആ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മാഡത്തിന് മുന്നേ പാടാനൊരു അവസരം തന്നതിന് എൻ്റെ സ്റ്റാർ സിംഗർ ക്രൂവിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട്. അയ്യോ, വാട്ട് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് വാട്ട് എ സോങ് ഇറ്റ് ഈസ്. നമുക്കൊരു 2 വരി കേൾക്കാൻ പറ്റും? ഒരു ദൈവം തന്ന പൂവേ. ശരി. ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്നത്തായേ. ഒരു ദൈവം തന്ന പൂവേ, കണ്ണിൽ തേടൽ എന്നത്തായേ. வாழ்வு தொடங்குமிடம் நீதானே. வாழ்வு தொடங்குமிடம் நீதானே, வானம் முடியுமிடம் நீதானே. காற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே. மார்பிலூறும் உயிரே, ஒரு தெய்வம் தந்த பூவே, കണ്ണിൽ തേടൽ എന്നത്തായേ. ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ്റെ മുന്നിൽ പാടാനൊരവസരം കിട്ടുന്നു. അദ്ദേഹം മുന്നിലിരുന്നിട്ട് നമ്മൾ അതേ വേദി പങ്കിടുന്നത് തന്നെ നമുക്കൊരു സ്വപ്നമാണ്. പാടാൻ പറ്റുന്നു. ആ അനുഭവം എങ്ങനെയായിരുന്നു? ലാലേട്ടൻ വന്ന ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഞാൻ പറയാമല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ സ്റ്റാർ സിംഗറിനോ അല്ലെങ്കിൽ സെർഗോ സാറിനോ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലാലേട്ടൻ്റെ മാസ് എൻട്രിക്ക് എമ്പുരാനെ എന്ന സോങ്, എമ്പുരാനെ പാടിയ ഉഷാദീദി വന്നിരുന്ന് പാടുന്നു. ഇതൊക്കെ നമുക്കൊക്കെ ശരിക്കും സ്വപ്നമായിരുന്നു. എമ്പുരാനെ പാടുന്നു, ലാലേട്ടൻ സെൻട്രൽ സ്ക്രീൻ തുറന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നു. ശരിക്കും പറഞ്ഞ ഒരു സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ്. അതിനകത്ത് കട്ട് ചെയ്യാനൊരു ഭാഗമില്ല. എനിക്ക് തോന്നുന്നില്ല സാറൊന്നും എഡിറ്റ് ചെയ്യുമെന്ന്. കാര്യം അങ്ങനെ വരുന്നു. പുള്ളിക്കാരൻ വളരെ ജോളിയായിട്ട് പറയുന്നതെല്ലാം കൗണ്ടർ പറയുന്നു. അവിടെ പോയിരിക്കുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാലേട്ടൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 7 പേര് ലാലേട്ടൻ സത്യനന്ദിക്കാട് സാറിൻ്റെ 4 വരികൾ വെച്ച് പാടി. അതിലൊരു പാട്ട് പാടി. അപ്പോൾ ഞാനിങ്ങനെ അത് ആക്ച്വലി കാണാം നിങ്ങൾക്ക്, ഇങ്ങനെ അപ്പുറം ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഓരോരുത്തർ ഇങ്ങനെ കാണിച്ചു വരികയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ പാട്ട് ലാലേട്ടൻ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തിപ്പുറത്തെ പാട്ടിങ്ങനെ. അപ്പോൾ എൻ്റെ പാട്ടിങ്ങനെ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ നേരെ നോക്കണു. അപ്പോൾ ഞാനിങ്ങനെ ലാലേട്ടൻ നോക്കി പാടി. ലാലേട്ടൻ ഇങ്ങനെ താളം അടിക്കുന്നു. അതിൽ പല സന്തോഷമൊന്നും നമുക്ക് വേണ്ടല്ലോ. വല്ലാത്തൊരു എപ്പിസോഡായിരുന്നു അത് കേട്ടോ. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വൈറൽ. ഒരു രക്ഷയില്ല, അങ്ങനത്തെ ഒരു എപ്പിസോഡാണ്. ചിത്രാമ്മയ്ക്ക് വേണ്ടിയിട്ടും വലിയൊരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതായത് ഏകദേശം 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഡ്ലി വരുന്നുണ്ട്. ചിത്രാമ്മയുടെ മുന്നിൽ ഒരു ഡുവറ്റ് പാടി. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലാണ്. അത് ഈ ദീദിയുടെ പാട്ട് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഏജിലുള്ള ഒരു ശബ്ദമാണ് ആ വരുന്നതെന്ന്. എങ്ങനെയുണ്ടായിരുന്നു അത് നേരിട്ട് കേട്ടപ്പോഴും? അവരുടെ ഒരു എനർജി, വൈബ്, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ അത്രയും പോസിറ്റീവ് വൈബുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് വെറുതെ പറയുന്നില്ല. 78 ആണ് പറഞ്ഞത് ദീദിൻ്റെ മൈക്ക് പ്ലേസിങ് ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണിച്ചു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നു. മൈക്കൊക്കെ ഒത്തിരി ദൂരത്തിലൊക്കെ വെച്ചിട്ട് അങ്ങ് സംസാരിക്കുമ്പോഴൊക്കെ എന്താ ക്ലാരിറ്റി എന്നുള്ളതാണ് ആ ഒരു. ആൻഡ് വന്ന വഴിയെല്ലാം ഓർത്തിരിക്കുന്നൊരു പേഴ്സണാലിറ്റി.
എല്ലാം എല്ലാവരെയും വളരെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന, അതേസമയം ഭയങ്കര ജോളി. ഞങ്ങൾക്ക് ആ സമയത്ത് ഇടയ്ക്ക് ബ്രേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരാൾ വന്നിട്ട് കുറച്ചിങ്ങനെ ഓരോ കണ്ടസ്റ്റൻറ്റിനും ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചിപ്സ് വെച്ച് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിതിങ്ങനെ കഴിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു മെൻറ്റർ ഇങ്ങനെ അവിടെ നിന്ന്, അപ്പോൾ ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് 2 കൊടുത്തും വാട്ട് അബൌട്ട് മീ എന്നൊരു ശബ്ദം. അപ്പോൾ ഞാൻ നോക്കി ആ സൈഡിൽ ദീദി ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കൈ ഇങ്ങനെ നീട്ടുന്നത്, എന്നെ നോക്കുന്നില്ല, എനിക്ക് ഐ കോൺടാക്റ്റ് ഒന്നുമില്ല, കൈ ഇങ്ങനെ നീട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഡു യു വാണ്ട് മാഡം പറഞ്ഞു യെസ്. അപ്പോൾ ഞാനൊരു 4-5 കൊടുത്തു. അപ്പോൾ അതിങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മാഡം ഡു യു വാണ്ട് മോർ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ്. ഞാൻ പിന്നെ അവിടെ ഇരുന്ന കപ്പിനകത്ത് അവിടെ എല്ലാവരുടെയും നിന്ന് വാങ്ങിയിട്ട് കൊണ്ടു കൊടുത്തു. ഷീ ഏറ്റ് ഇറ്റ് ഫുൾ. ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര ജോളിയായിട്ട്, ഡൗൺ ടു എർത്ത്. ദീപു, നമ്മൾ ഇത്ര സമയം സംസാരിച്ചത് ക്യാമറയ്ക്ക് മുന്നിലുള്ള കാര്യങ്ങളാണ്. ഇനി സ്റ്റാർ സിംഗറിലേക്ക് വന്ന ശേഷം പിന്നണിയിൽ അല്ലെങ്കിൽ ചിലർ പറഞ്ഞ കമൻസ് എന്തായാലും ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ഏതായിരുന്നു? അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഷൂട്ടിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ടു എറണാകുളം ഓൺ ദ വേ സൂര്യനെ പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ മാസ്ക് വെച്ചിട്ട് എപ്പോഴും ധരിക്കണേ. അപ്പോൾ ഞാൻ എപ്പോഴും മാസ്ക് വെച്ചിട്ടാണ് യാത്ര ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്റ്റേഷൻ എത്താറായി. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലെടുത്ത് ഞാനിങ്ങനെ മാസ്ക് ഇങ്ങനെ താഴ്ത്തിയപ്പോൾ ഒരമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നു. മോനെന്ന് വെച്ചാൽ ഏകദേശം ഒരു 25-26 വയസ്സുണ്ടാവും. ഒരമ്മ, ഇത്തിരി പ്രായമുള്ളൊരമ്മയും ഓടി വന്നു. അമ്മ എൻ്റെ കയ്യിലങ്ങ് കയറി പിടിച്ച് മോനെ എന്തൊക്കെയോ പറയുന്ന അമ്മ. ആ മോൻ പറഞ്ഞു ചേട്ടാ ഞാനിപ്പോൾ ഈ ചേട്ടൻ്റെ റീല് കണ്ടതേ ഉള്ളൂ, ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ടിരിക്കുകയായിരുന്നു ചേട്ടാ ഇപ്പോൾ ഇവിടെ. അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലും അങ്ങനെ കെട്ടിപ്പിടിച്ച്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇങ്ങനെ സ്നേഹവും അനുഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിക്കാരി വിടുന്നില്ല. പുള്ളിക്കാരിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായി. മോന് അതാണ് നന്നായിട്ട് ചെയ്യണം, മോൻ മിടുക്കലാണ്, ഫൈനൽ കപ്പടിക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ്. സോ അത്തരത്തിൽ ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും മറക്കാൻ പറ്റില്ല. അതുപോലെ ദീപു കുറച്ച് വേദനിപ്പിക്കുക വെച്ചാൽ ചിലപ്പോൾ അത് ഇൻറ്റൻഷനലി ആരും ചെയ്ത ഒന്നും ആയിരിക്കില്ല. പക്ഷേ സാന്ദർഭികവശാൽ ഒരു ചെറിയൊരു വേദന തന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു അനുഭവമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് പങ്കിടാനുണ്ട്? അങ്ങനെ ഇൻറ്റൻഷനലി എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ വേദനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആരോടും പരാതിയും പരിഭവവും അല്ലെങ്കിൽ വിഷമവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പോലും ശത്രുക്കളുണ്ടെന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്. അതായത് ചില സോഷ്യൽ മീഡിയ കമൻറ്റ്സ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലൊക്കെ ഉള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സ് ചില പ്രൊഫൈലിൽ നിന്ന് വരാറുണ്ട്. അത് ചില സമയത്ത് പക്ഷേ വായിച്ചിട്ടും കളയുക എന്നുള്ളതാണ് അതിൻ്റെ, അല്ല നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നാൽ. എന്നാലും അങ്ങനൊരു ശീലമില്ല. എന്നെ അങ്ങനെ ആരും അധികം അങ്ങനെ വിഷമിപ്പിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ അതിനുള്ള ഒരു സാഹചര്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചില സോഷ്യൽ മീഡിയ കമൻറ്റ്സ് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചില ശത്രുക്കളുണ്ട് നമുക്ക് ചുറ്റും, നമ്മളറിയാത്ത, നമ്മളെ നേരിട്ട് പരിചയമില്ലാത്ത, എന്നാൽ നമ്മൾ വളർന്നു കാണണമെന്നോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരൊക്കെയോ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളൊരു തോന്നൽ കുറച്ച് നാളായിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത വിഷമം തരുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്, അങ്ങനെ തന്നെയുണ്ട്. അതായത് ഞാനിപ്പോൾ ഇത്രയും നാൾ എന്തായിരുന്നു എന്നുള്ളതല്ല വിഷയം, സ്റ്റാർ സിംഗറിൽ ഞാൻ പാടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ അതിൽ നന്നായി വരുന്നു എന്നുള്ളത് ഇഷ്ടമല്ലാത്ത ആരൊക്കെയോ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതൊരു വിഷമമാണ്. തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാണെന്നുള്ളത്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഞാൻ ദീപുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്, സാറിനോട് ചോദിക്കണം, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്, അതിൻ്റെ ഒരു 2 വരി പാടിത്തരുമെന്ന്. ദീപുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതെ, ഞാൻ ഓൾറെഡി പാടി, പനിനീര് പെയ്യുന്നിലാവിൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് അഗെയിൻ ബേണി ഇഗ്നീഷ്യസ് സാറിൻ്റെ തന്നെ മയിൽപ്പീലി കാവിലെ മയിലായി പറന്നവ, ഭയങ്കര ഇഷ്ടമാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് ദ രാഗം. എനിക്ക് ചാരുകേശി, ദേശ് ഇങ്ങനത്തെ രാഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെന്നഴകെ കനിവായി പൊഴിഞ്ഞുതാ മണിപ്പേലിയൊന്നു നീയരികെ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകാം ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും
മയിലായോ മയിലായി പറന്നുവ മഴവില്ല് തോൽക്കുമെന്നഴകേ. ദീപു റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ മാനൊരു ധാരണയുണ്ട്, ഒരുപാട് കാശ് വേണം, നമുക്ക് കുറേ സ്വാധീനങ്ങൾ വേണം, അങ്ങനെയൊക്കെയാണത്. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സാധാരണമായൊരു സാഹചര്യത്തിൽ നിന്നും വളരെ നല്ലൊരു യാത്രയിലാണ് ദീപു ഇപ്പോൾ. ഇനി വരാൻ ആഗ്രഹിക്കുന്ന സംഗീതത്തിൻ്റെ ഇത്തരം മേഖലകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ദീപുവിന് എന്താ പറയാനുള്ളത്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആരുടെയും സപ്പോർട്ടില്ലാതെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കടന്നു വന്നിട്ടുള്ളത്. ഡെഡിക്കേഷൻ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേയിരിക്കുക, നിങ്ങൾക്ക് ഒരിക്കൽ തീർച്ചയായിട്ടും ഇവിടെ എത്താൻ പറ്റും. ഇപ്പോൾ 2 ദിവസം മുന്നേ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാനാണ്, കോൾ എന്ന് വെച്ചാൽ ഒരു ക്രൂ മെമ്പർ വിളിച്ചു തന്നതാണ്. ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ദീപു ഉണ്ടെന്ന്. അപ്പോൾ ദീപുവിൻ്റെ ഫാനാണ് അത്. ഞാനും ഉണ്ടായിരുന്നു ഷോയിൻ്റെ ഓഡിഷന്, 4ാമത്തെ ലെവൽ വരെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇപ്പം നിങ്ങളുടെ സമയമാണ്. ഞാൻ പറഞ്ഞു നാളെ നിങ്ങളുടെ സമയമാവും, അത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടേ ഇരിക്കണം. ഇനിയും ട്രൈ ചെയ്തിട്ടിരിക്കുമ്പോൾ ഷുവറായിട്ടും നാളെ ഒരു കാലത്ത് അവർക്ക് വരാൻ പറ്റും. ഞാനിത് ഒരു ഒറ്റ അറ്റംപ്റ്റിൽ വന്നിട്ടുള്ള ആളൊന്നുമല്ല. 10 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് മുന്നേ ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ കയറിയത്. അപ്പോൾ നെവർ ക്വിറ്റ്, ട്രൈ ചെയ്തിട്ടേ കീപ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. അതിന് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു, ഹാർഡ് വർക്കിംഗ് വേണം, ഡെഡിക്കേഷൻ വേണം. ദീപുവിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു സംഗീതത്തിന് വേണ്ടി കൊടുക്കുന്ന സമയം, അതിനുള്ള ഒരു സാധനയൊക്കെ എങ്ങനെയാണ്? ഡിപ്പെൻസ്, നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഞാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈവനിങ് വന്നിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ എനിക്ക് എൻ്റെ സാധകം അതിലൂടെ പറ്റും. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സമയം കണ്ടെത്തണം. ബേസിക് പ്രാക്ടീസസിനുള്ള സമയം എന്തായാലും കണ്ടെത്തിയിട്ടേ പറ്റുള്ളൂ. അതിനിപ്പോൾ വലിയ കീർത്തനങ്ങൾ പാടണം അങ്ങനൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള വരിശകൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും പാടണം എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. ചിലപ്പോൾ എൻ്റെ ഭാര്യ പോലും ആലോചിക്കുന്നുണ്ട് ഇയാൾ എപ്പോഴാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. സ്കൂളിൽ ആക്ച്വലി ഐ എം ടീച്ചിങ്, സോ അവിടെ എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. അതല്ലാതെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പാടുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരും അവരുടെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം, മാത്രമേ ഉള്ളൂ. ഇനി ദീപു എന്ന സംഗീത അധ്യാപകനോട് ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാ പാരൻസിനും ആഗ്രഹം ഉണ്ടാവും എൻ്റെ കുട്ടികളെ നന്നായി പാടണം, പാട്ട് പഠിപ്പിക്കണം എന്നൊക്കെ. ഇതിന് ബേസിക്കലി നമ്മൾ സംഗീതത്തോടുള്ള താല്പര്യം എന്നൊരു സംഗതി ഉണ്ടോ, അതോ നമ്മൾ കുഞ്ഞിലേ മുതൽ ട്രെയിൻ ചെയ്താൽ നമുക്ക് സംഗീതത്തിലേക്ക് എത്താമെന്നുള്ളതേ ഉള്ളൂ? എങ്ങനെയാണ് ആ ഒരു വാസന എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ബിഗിനേഴ്സിനെയൊക്കെ നമ്മൾ നിർബന്ധിച്ച് ക്ലാസ്സിന് വിട്ടാലേ പറ്റുള്ളൂ. കാര്യം കുഞ്ഞുങ്ങൾ താല്പര്യത്തോടെ പോകുന്നത് വളരെ കുറവായിരിക്കും. 100-ൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 പേരൊക്കെ കാണുള്ളൂ ഇൻട്രസ്റ്റോടു കൂടി കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് ക്ലാസ്സസിന് പോകുന്നത്. ആദ്യത്തെ കുറച്ച് കാലം നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് വിട്ടേ പറ്റുള്ളൂ. ചെക്ക് ചെയ്യുക, അവർക്ക് പാടാനുള്ളൊരു സംഗീതം പാട്ട് കേൾക്കുമ്പോൾ അതിനോടൊപ്പം മൂളുന്നത് ഏകദേശം സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ. ചില കുട്ടികൾക്ക് ശ്രുതി സെൻസ് ഉണ്ടാവും. താങ്ക് ഗോഡ് എൻ്റെ മോനുമൊക്കെ അവൻ ശ്രുതി സെൻസ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് പാടിയാലും സെയിം പിച്ചിൽ പാടും. പിച്ചിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ തന്നെ പാടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക്കിൽ ഒരു കഴിവുള്ള കുട്ടിയെത്താം. പിച്ച് കറക്റ്റായിട്ട് പാടുന്നുണ്ടോ നോക്കിയാൽ മതി. അതുണ്ടെന്നുണ്ടെങ്കിൽ അവന് ആ വാസനയുണ്ട്. പിന്നെ കുട്ടിയുടെ താല്പര്യം അത് കുറച്ച് കഴിഞ്ഞേ അറിയാൻ പറ്റുള്ളൂ. നമുക്കൊരു 4-5 വയസ്സാകുമ്പോൾ തന്നെ അവനെ ചെറുതിലെ നിർബന്ധിച്ച് തന്നെ ക്ലാസ്സിന് കുറേശ്ശെ വിട്ടു തുടങ്ങാം. ആദ്യത്തെ ലെസൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ്. കാരണം ഇങ്ങനെ സരിഗമാന്നൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയും നമുക്ക് തന്നെ ബോറടിക്കും. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. എന്നാലും നമ്മളവരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ കുറേശ്ശെ അവരെ ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ട്രാക്കിലേക്ക് വന്നോളും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ദീപു ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ വന്നു, ഒരുപാട് ഗ്രൂമേഴ്സിനെ കാണുന്നുണ്ട്, ചിത്രാമ്മയെ പോലുള്ള ജഡ്ജസിൽ നിന്ന് അഭിപ്രായം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ വലുതാവുകയാണ്, ഒരു സംഗീതത്തിൻ്റെ നമ്മുടെ ഒരു വൃത്തവും വലുതാവുകയാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായും ടീച്ചിങ് മെത്തേഡ് ഒത്തിരി ചേഞ്ചസ് വരുത്തേണ്ടി വന്നിട്ടില്ല, പക്ഷേ ആറ്റിറ്റ്യൂഡ് കുറേ മാറ്റിയിട്ടുണ്ട് ഞാൻ. നമ്മളോട് അനുഭവപൂർണ്ണമായിട്ട് നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രൂമേഴ്സ് ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഒരു പക്ഷേ കുറച്ചൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളോടിപ്പോൾ അങ്ങനത്തെ ഒരു വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ യാത്രയിൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും, എടുത്തു പറയേണ്ട ഒരു ഏരിയ ഞാൻ പറയാമല്ലോ. ഇപ്പോൾ സ്കൂളിൻ്റെ ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടില്ലാതെ പറ്റില്ല. ഇപ്പോൾ ലോയോളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ 2015 ജോയിൻ ചെയ്യണത്. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു സ്റ്റാറ്റസ് മാറ്റിയത് ലോയോളയാണ്. അതിന് ഞാൻ ഇന്നും എൻ്റെ പ്രാർത്ഥനകളിൽ അന്നത്തെ എൻ്റെ പ്രിൻസിപ്പളിനെ ഞാൻ ഓർക്കും.
ഫാദർ ദേവസി പോൾ. അത് അദ്ദേഹം എൻ്റെ പ്രയറിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ഒരു ഉണ്ടാക്കാനുള്ളൊരു മെയിൻ കാരണം ഫാദർ സാൽവിൻ അഗസ്റ്റിനും സിസ്റ്റർ ജിതി തോമസും ഫാദർ റംന തോമസുമാണ്. അതുപോലെ എൻ്റെ കൊളീഗ്സ് എല്ലാവരും, എസ്പെഷ്യലി എൻ്റെ ചേച്ചി കീർത്തി VS, ഷീ ഈസ് എ ഫിസിക്സ് ടീച്ചർ ദെയർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നുള്ളൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം എനിക്ക് വിളിക്കും, എന്നെ വിളിച്ചിട്ട് പറയും, നീ എന്തിനാ വിഷമിക്കണം, ഞങ്ങളെല്ലാം ഇല്ലേ കൂടെ, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ളൊരു അത്തരത്തിലൊത്തിരി സപ്പോർട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയാം. ദീപു ഇപ്പോൾ ഒരു അധ്യാപകനാണ്, സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റൻ്റാണ്. ഇനി ഒരുപാട് യാത്ര മുന്നോട്ടുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ദീപുവിനെ എവിടെ പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു സ്വപ്നം എന്താണ്? ഞാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ എന്നുള്ളൊരു എൻ്റെ മനസ്സിലുള്ളത്. പ്ലേ ബാക്കിനൊക്കെ ഇപ്പോൾ എത്ര സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കത്ര കാര്യം 1-2 പാട്ടൊക്കെ പാടാം എന്നുള്ളതല്ലാതെ ഒത്തിരി പാട്ടുകാരുണ്ട്. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ ആർക്കും പാടാം എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ നമ്മുടെ സിത്തുമണിയെ പോലെ അല്ലെങ്കിൽ വിധുചേട്ടനെ പോലെ അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് എന്നെ പ്ലേസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. അവരുടെ ആ ലെവലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലൊരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടണം. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഇത് എങ്ങനെയാണ് ഒരുമിച്ചെന്ന് അറിയില്ല. സ്റ്റിൽ ഐ ലൈക്ക് ടീച്ചിങ്. എന്നാലും അതാണ് എൻ്റെ ആഗ്രഹം. അതെ, എന്നുവെച്ചാൽ മറ്റൊന്നുമല്ല, ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ടീച്ചേഴ്സിന് കിട്ടുന്നതിനേക്കാൾ റെസ്പെക്റ്റ് എന്തോ മ്യൂസീഷ്യൻസിന് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. നമ്മൾ ഈ ഫെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫെസ്റ്റാണ് ലാ ഫെസ്റ്റ്. അപ്പോൾ ലാ ഫെസ്റ്റിനൊക്കെ നമ്മളിപ്പോൾ പെർഫോമൻസ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ, ഇപ്പം എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവർ, എൻ്റെ കൂടെ പാടി നടന്നിട്ടുള്ളവർ, അവരൊക്കെ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഈ കുട്ടികൾ അവരോട് കാണിക്കുന്ന ഈ ആരാധനയൊക്കെ കാണുമ്പോൾ ഒരു സമയത്ത് ദാറ്റ് പോയിന്റ് ചിലപ്പോൾ എനിക്കിങ്ങനെ ചിന്തിക്കാൻ തോന്നും, ഓ പെർഫോമറായിട്ട് ഇവരുടെ മുമ്പ് പോയി ഷൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ചിന്തകളിൽ നിന്നാണ് ശരിക്കും ഇത് വരുന്നത് ശരിക്കും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക് എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായിട്ട് നിൽക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അതുപോലെ കുറേ ആൾക്കാരുടെ മുന്നിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞു. ഇനി ഒരു വേദിയിലാവട്ടെ, സ്റ്റാർ സിംഗറിൻ്റെ വേദിയിലാവട്ടെ, വലിയൊരു വേദിയിലാവട്ടെ, ഒരാളുടെ മുന്നിൽ എനിക്കൊന്ന് പാടണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയുണ്ടോ? എനിക്ക് AR റഹ്മാൻ്റെ മുന്നിൽ നിന്ന് പാടുന്നത് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറൊക്കെ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. സർഗോ സാറ് ചെയ്യുമായിരിക്കും. കാര്യം പുള്ളിക്കാരൻ അത്രയും ഗ്രേറ്റ് വിഷൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ഷോന് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അല്ല, തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. AR എന്നല്ല, സാറ് വിചാരിച്ചാൽ ആരെയും കൊണ്ടുവരാൻ പറ്റും. കാര്യം ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെ ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞെട്ടിത്തെരിച്ചായിരുന്നേ. അതുകൊണ്ട് വരുമായിരിക്കും. ദീപു ബാല്യത്തിൽ അമ്മയോടൊപ്പം നടന്ന വഴികൾ, അമ്മയാണ് ഏറ്റവും ആഗ്രഹിച്ചത് ദീപു ഒരു സിംഗർ ആവണം എന്നുള്ളത്. അമ്മയെക്കുറിച്ചുള്ള ചെറുതിലേ മുതലുള്ള ഓർമ്മകൾ, അമ്മയുടെ സ്വപ്നങ്ങൾ, ദീപുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു ദീപുവിന് അമ്മ എന്നുള്ളൊരു? അമ്മ ഒരു റോൾ മോഡലാണ് എനിക്ക്. എന്ന് വെച്ചാൽ അമ്മേൻ്റെ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അംഗവൈകല്യമുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നുപോലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്. കാലിങ്ങനെ ക്രോസ് ആയിട്ടാണ് അച്ഛൻ നടക്കണേ. അപ്പോൾ ആ അച്ഛനെ മാമിയുടെ മോളായിട്ടുള്ള അമ്മ വിവാഹം കഴിച്ചതാണ്. ആരും അങ്ങനെ കല്യാണം കഴിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ അച്ഛനെ അങ്ങനൊരു ത്യാഗം എന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്. അങ്ങനെ ചെയ്ത ഒരാളാണ് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കും ജീവിതത്തിൽ അങ്ങനെ ജീവിക്കണം, അല്ലാതെ വെറുതെ ജീവിച്ച് സമ്പത്ത് എന്നുള്ള കാര്യം മാത്രം അങ്ങനെ നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫിനാണെങ്കിലും വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കേ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ചെയ്തൊരു സെയിം അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കണേ. പക്ഷേ അവിടെ സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാവും. എന്നാലും അമ്മ എൻ്റെ റോൾ മോഡലാണ്. ചെറുതിലേ മുതലേ എന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും പാട്ടിനാണെങ്കിലും ഒക്കെ അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മേൻ്റെ ഓർമ്മകൾ. ദീപു പാടുമെന്ന് എപ്പോഴാണ് തിരിച്ചറിയുന്നതും ആ ക്ലാസ്സിന് വിടുന്നതും അതിൻ്റെയൊക്കെ? ഞാൻ പാടിയത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എൻ്റെ സ്കൂളിൽ കരുമ്പം ഗവൺമെൻറ് UPS സ്കൂളിൽ അമ്പിളി ടീച്ചറായിരുന്നു ആദ്യമായിട്ട് ഒരു പാട്ട് പാടിച്ചതും ഞാൻ പാടുന്നത് മനസ്സിലാക്കിയതും. അന്ന് മുതൽ പിന്നെ സബ് ജില്ലാ കോമ്പറ്റീഷൻസിനൊക്കെ എൻ്റെ ടീച്ചർമാരെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ പ്രോപ്പർ ക്ലാസിക്കൽ മ്യൂസിക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങനെയില്ല. കുറച്ചൊന്ന് പാടിയിട്ട് അങ്ങ് നിർത്തുമായിരുന്നു. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിഗ്രി ലെവൽ എത്തിയതിന് ശേഷം തന്നെയാണ്. ഇനി നമുക്ക് ഒരു പ്രണയകഥയും കൂടി കേട്ട് നിർത്താം. ഗായത്രി എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്? അതൊരു ചെറിയ കഥയല്ല, വലിയ കഥയാണ്. പക്ഷേ അത് ഗായത്രി ഷി വാസ് മൈ സ്റ്റുഡൻറ്റ്.
പക്ഷെ പ്രണയമൊന്നുമില്ലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ത്യാഗം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ. അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. നല്ലൊരു കുടുംബമാണ്, പക്ഷേ ഒത്തിരി കഷ്ടപ്പാടുകൾ. അപ്പോൾ അത് അങ്ങനെ സർവൈവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അച്ഛനോട് അങ്ങനെ സംസാരിച്ചിട്ട്, എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട്, അച്ഛാ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി സ്നേഹപൂർവ്വമുള്ള എതിർപ്പുകൾ, അതായത് ഇങ്ങനെ ഓരോ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന രീതിയിൽ അങ്ങനെ കുറേ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോളൂ, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കുന്നില്ലെന്ന്. എനിക്ക് ശരിക്കും പറയാം, അപ്പോഴും പ്രണയമില്ലായിരുന്നു, ഗായത്രിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു. പിന്നീടായിരുന്നു പോയി ആലോചിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കുകയും ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വളരെ, അതിനുശേഷം ഭയങ്കര പ്രണയമാണ്. അതിപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അച്ഛനെ എതിർത്തിട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ വേറെ ലെവൽ മനുഷ്യനായിരുന്നുള്ളത്. അതുവരെ അമ്മ എന്ന് മാത്രമേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെയാണ് അച്ഛൻ്റെ ഒരു സ്ട്രഗിളും അച്ഛൻ്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായത്. അതായത് ഈവൻ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊന്ന് വിളിക്കും, മക്കളെ എവിടെ എത്തിയോ നീ, അല്ലെങ്കിൽ നീ കഴിച്ചോ. അപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ചില സമയത്തൊക്കെ. അച്ഛൻ ഞാൻ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തി, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അച്ഛനാണ് ശരിക്കും. അതല്ലേ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിൽ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛാ ഞാൻ പ്രോഗ്രാമിന് പോവാണ്, അപ്പോൾ ഒറ്റ കാര്യം ചോദിക്കോളൂ, മക്കളെ പൈസ എന്തെങ്കിലും കിട്ടുമോ, ഇങ്ങനെ. അതായത് ഞാൻ വളരെ സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അച്ഛൻ്റെ പക്ഷേ റിയാലിറ്റി ഷോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റി, ഞാൻ നന്നായിട്ട് പാടുന്നതൊക്കെ കാണാൻ പറ്റി, എൻ്റെ മോനെ കാണാൻ പറ്റി. അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതായിരുന്നു. പിന്നെ അവസാന നിമിഷം പോലും, ഇപ്പോൾ അച്ഛൻ മെഡിക്കൽ കോളേജ് വെന്റിലേറ്റർ ആയിരുന്ന സമയത്ത് പോലും ഒത്തിരി കാശാവുന്നു എൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലായപ്പോൾ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ച് വരണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പോയ മനുഷ്യനാണ്. കാര്യം എനിക്കിനി അധികം ഒരുപാട് ബാധ്യതകളാകുമോ ചിലവാകുമോ എന്നൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ ശരിക്കും ഒരു റെസ്പോണ്ട് പോലും ചെയ്തില്ല. കാര്യം ഞങ്ങളുടെ ഒത്തിരി പാരൻസ് അവിടെ ഡോക്ടേഴ്സായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. പക്ഷെ അച്ഛൻ തിരിച്ച് വരണ്ട വേണ്ട, ഇനി അങ്ങ് പോയേക്കാം, ആ ഒരു ഇതായിരുന്നു. അത്ര സ്നേഹമാണ് അച്ഛന്. അത് അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ വേറെ. ചിലപ്പോൾ ദീപുവിന് ഇൻറ്റൻസ് ആയിട്ട് അടുത്തൊരു തലമുറയോട് പറയാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. അത് ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഈ പാരൻസ് വിളിക്കുമ്പോൾ നമ്മൾ അമ്മയല്ലേ പിന്നെ ആവട്ടെ എന്ന് വെച്ച് ഫോൺ മാറ്റി വെക്കും, അല്ലെ ഇന്ന് പോവാം, ഇന്നിന് മഴയല്ലേ അടുത്ത ആഴ്ച പോവാം, അങ്ങനെ മാറ്റി വെച്ച് പോകും. പിന്നെ ഒരു നിമിഷം അവരില്ലാതാവുമ്പോഴാണ് നമുക്ക് ആ സമയം ഒന്ന് തിരിച്ച് കിട്ടിയെങ്കിലെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു അല്ല, കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ടെന്നുള്ള ഒരു ചിന്തയായിപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഇങ്ങനെ വിളിക്കും, എന്നിട്ട് മോനെ നീ അവിടെ എത്തുമ്പോൾ ആഹാരം കഴിച്ചിട്ട് അച്ഛൻ കഴിക്കുകയുള്ളൂ. ചിലപ്പം ബാലിശമായിട്ട് തോന്നാം നമുക്ക്, പക്ഷേ അച്ഛൻ്റെ കാര്യം അമ്മയില്ലാത്തൊരു അവൻ എവിടെയെങ്കിലും പോയിരിക്കുകയാണ്, അവനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. ശല്യമാണെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വഴക്ക് പറഞ്ഞാലും അച്ഛന് പ്രശ്നമല്ല, അച്ഛൻ പിന്നെയും വിളിക്കും. അങ്ങനെ അതൊക്കെ വല്ലാതെ മിസ് ചെയ്യും. ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് തോന്നും നമുക്ക് ഇടയ്ക്ക്. ആ നമ്പർ ഇപ്പോഴും ഞാൻ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിളിക്കും, പക്ഷേ പിന്നീട് ഉണ്ടാവില്ല. സോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ശല്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ അങ്ങ് അറ്റത്തുള്ള ഒരു സംഭവമാണത്, തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അവരുള്ള സമയത്ത് മാക്സിമം അവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക, അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുക. ഓക്കെ, നമുക്ക് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് കൂടി പാടി നിർത്താം. ഞാൻ അച്ഛന് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം.